+2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ നമ്മൾക്ക് തിയറി എക്സാമിനും പ്രാക്ടിക്കൽ എക്സാമിനും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് PMT ഫംഗ്ഷൻ എന്ന് പറയുന്നത്. PMT ഫംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് എന്തിനാണ് ആദ്യമേ PMT ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. PMT ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ദ പീരിയോഡിക് പേയ്മെൻറ്റ് ഫോർ എ ലോൺ. പീരിയോഡിക് പേയ്മെൻറ്റ് ഫോർ എ ലോൺ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ ഓരോ മാസവും എത്ര രൂപ തിരിച്ചടയ്ക്കണം അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ PMT ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ലോണിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് പേയ്മെൻറ്റ് പീരീഡ് എത്ര മാസം കൊണ്ടാണ് ഈ തുക തിരിച്ചടയ്ക്കേണ്ടതെന്ന് പറയുന്നുണ്ട്, ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒരു വർഷം എത്ര ശതമാനമാണ് പലിശയെന്ന് തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ വെച്ച് നമ്മൾക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും? ഒരു മാസം എത്ര രൂപയാണ് തിരിച്ചടയ്ക്കേണ്ടതെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മളെടുത്ത ഈ 5 ലക്ഷം രൂപ 60 മാസം കൊണ്ട് 8% ഇൻട്രസ്റ്റ് തിരിച്ചടയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ മാസവും എത്ര രൂപയാണ് തിരിച്ചടയ്ക്കേണ്ടതെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടി പറഞ്ഞിരിക്കുന്ന പ്രിപ്പയർ എ വൺ വേരിയബിൾ ഡേറ്റ ടേബിൾ ഷോയിങ് ദ റീപേയ്മെൻറ്റ് ഓഫ് എബവ് ലോൺ ഇൻ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് പേയ്മെൻറ്റ്സ് സച്ച് ആസ് 24 months, 36 months, 48 months ആൻഡ് 60 months. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ആദ്യം ഫസ്റ്റ് പാർട്ട് നോക്കിയിട്ട് സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ടിൽ തന്നിരിക്കുന്നത് നമ്മൾ ഓരോ മാസവും എത്ര രൂപ തിരിച്ചടയ്ക്കണം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾക്ക് ഈ സെല്ലിൽ ഞാനിത് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ഞാനത് ഡിലീറ്റ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ ടൈപ്പ് ചെയ്യുക. ലോൺ എമൗണ്ട്, നമ്പർ ഓഫ് പേയ്മെൻറ്റ് പീരീഡ്, ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഞാൻ ഇവിടെ മന്ത്സ് ഒന്നും അടിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഈ ഫീൽഡിൻ്റെ ഈ സെല്ലിൻ്റെ അഡ്രസ്സാണ് ഇവിടെ കാൽക്കുലേഷന് കൊടുക്കുന്നത്. അപ്പോൾ വേറെ ആൽഫബറ്റ്സ് ലേബലൊക്കെ വരികയാണെങ്കിൽ നമുക്കവിടെ കാൽക്കുലേഷൻ എടുക്കാൻ സാധിക്കത്തില്ല, അതുകൊണ്ടാണ് ജസ്റ്റ് നമ്പർ മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈസിക്കൽ ടു നമ്മളിവിടെ PMT ഫംഗ്ഷനാണ് ഉപയോഗിക്കാനുള്ളതെന്ന് പറഞ്ഞ് PMT ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സിൻറ്റാക്സ് ഏത് ഓർഡറിലാണോ വരുന്നത് ആ ഓർഡറിൽ തന്നെ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈക്വൽ ടു PMT എന്ന് കൊടുക്കുന്നു. നമ്മൾ ഏത് ഫംഗ്ഷൻ തുടങ്ങുമ്പോഴും ഈക്വൽ ടു സൈൻ ടൈപ്പ് ചെയ്യാൻ വേണ്ടി വിട്ടുപോകരുത്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം റേറ്റാണ് കൊടുക്കാനുള്ളത്. റേറ്റിൻ്റെ സെല്ല് ക്ലിക്ക് ചെയ്യുന്നു. ആ റേറ്റിൻ്റെ സെല്ല് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ ഫോർമുല ബാറിൽ നോക്കുക. ആ റേറ്റിൻ്റെ സെല്ല് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾക്ക് തിരിച്ചടയ്ക്കാനുള്ളത് ഓരോ മാസവുമാണ് തിരിച്ചടയ്ക്കുന്നത്. പക്ഷേ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിരിക്കുന്നത് ആനുവൽ റേറ്റാണ്, അതായത് ഒരു വർഷത്തെ റേറ്റാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു വർഷത്തിൽ 12 മാസം ഉള്ളതുകൊണ്ട് നമ്മൾ ആ റേറ്റിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. കോമ കൊടുക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തതെന്ന് മനസ്സിലായില്ല. അതായത് റേറ്റ് തന്നിരിക്കുന്ന ഒരു വർഷത്തതാണ്, നമ്മൾക്ക് ഓരോ മാസമാണ് തിരിച്ചടയ്ക്കാനുള്ളത്. അപ്പോൾ ഒരു മാസത്തെ റേറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് ഒരു വർഷത്തിൽ 12 മാസം ഉള്ളതുകൊണ്ട് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അടുത്ത ഇതിൽ പറഞ്ഞിരിക്കുന്ന എൻവർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പേയ്മെൻറ്റ് പീരീഡ്, എത്ര മാസം കൊണ്ടാണ് ഇത് തിരിച്ചടയ്ക്കാനുള്ളത്. അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്ന C2 എന്ന സെല്ലിലാണ്. അപ്പോൾ C2 എന്ന സെല്ല് ക്ലിക്ക് ചെയ്യുക, കോമ കൊടുക്കുക. നെക്സ്റ്റ് PV എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ലോൺ. ഈ ലോണിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എത്രയാണ്? ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന 5 ലക്ഷം രൂപയാണ്, അത് C1 കൊടുത്തിരിക്കുന്നു. അപ്പോൾ C1 എന്ന സെല്ല് സെലക്ട് ചെയ്യുക, കോമ കൊടുക്കുക. നെക്സ്റ്റ് ഫ്യൂച്ചർ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോൺ 60 മാസം കൊണ്ട് അടച്ചു കഴിയുമ്പോൾ എത്ര മിച്ചം കാണും. സാധാരണ നമ്മളിത് കറക്റ്റായിട്ട് അടച്ചാൽ 1 രൂപ പോലും മിച്ചം കാണത്തില്ല, അതുകൊണ്ട് 0 കൊടുക്കുന്നു. നെക്സ്റ്റ് കോമ കൊടുക്കുക. ലാസ്റ്റ് കൊടുക്കാനുള്ള ടൈപ്പാണ് ടൈപ്പ് 1. ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. 1 എന്ന് കൊടുക്കേണ്ടത് ഡിനോട്ട്സ് ഡ്യൂ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പീരീഡ്, അതായത് ലോണിൻ്റെ തുക, ഈ തിരിച്ചടയ്ക്കുന്ന തുക നമ്മൾ എല്ലാ മാസവും 1-ാം തീയതിയാണ് അടയ്ക്കുന്നതെങ്കിൽ 1 എന്ന് കൊടുക്കുക. അല്ല, എല്ലാ മാസവും അവസാനമാണ് തിരിച്ചടയ്ക്കുന്നതെങ്കിൽ 0 എന്ന് കൊടുക്കുക. ഞാനിവിടെ എല്ലാ മാസവും അവസാനം കൊടുക്കുന്നു എന്നൊരു അസംഷനിൽ ഇവിടെ 0 കൊടുക്കുകയാണ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ എനിക്കിവിടെ ഒരു എമൗണ്ട് കിട്ടി, അതിനൊരു മൈനസാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മളുടെ കയ്യിൽ നിന്ന് കൊടുക്കുന്ന പേയ്മെൻറ്റ്സിനെല്ലാം എപ്പോഴും മൈനസ് ഇട്ടായിരിക്കും ആൻസർ വരുന്നത്. നമ്മൾക്ക് കിട്ടുന്ന തുകയാണെങ്കിൽ
പ്ലസ് സൈൻ വരത്തില്ല, അതൊരു പോസിറ്റീവ് എമൗണ്ട് ആയിരിക്കും. പക്ഷേ കൊടുക്കുന്ന തുകയ്ക്ക് എപ്പോഴും മൈനസ് സൈൻ ഇട്ടായിരിക്കും വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് പ്രിപ്പയർ എ വൺ വേരിയബിൾ ഡേറ്റ ടേബിൾ ഷോയിങ് ദ റീപേയ്മെൻറ്റ് ഓഫ് എബവ് ലോൺ. ഈ ലോണ് തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വൺ വേരിയബിൾ ഡേറ്റ ടേബിൾ വെച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താണെന്ന് പറയാം. ഇൻ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് പേയ്മെൻറ്റ്സ് സച്ച് ആസ് 24 മന്ത്സ്, 36 മന്ത്സ്, 48 മന്ത്സ് ആൻഡ് 60 മന്ത്സ്. അതായത് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഈ 5 ലക്ഷം രൂപ 60 മാസം കൊണ്ട് തിരിച്ചടയ്ക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ 5 ലക്ഷം രൂപ 8% ഇൻട്രസ്റ്റിൽ 24 മാസം കൊണ്ട് തിരിച്ചടയ്ക്കുകയാണെങ്കിൽ എത്ര രൂപ ഓരോ മാസവും അടയ്ക്കണം? 36 മാസം കൊണ്ട് തിരിച്ചടയ്ക്കുകയാണെങ്കിൽ ഈ 5 ലക്ഷം രൂപ 8% ഇൻട്രസ്റ്റിൽ നമ്മൾ എത്ര രൂപ ഓരോ മാസവും തിരിച്ചടയ്ക്കണം? അങ്ങനെ 48 മാസമാണെങ്കിൽ 60 മാസമാണെങ്കിൽ അങ്ങനെ ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെ വൺ വേരിയബിൾ ഡാറ്റ ടേബിൾ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 3 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ലോണിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് പേയ്മെൻറ്റ് പീരീഡ് തന്നിട്ടുണ്ട്, ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. ഇതിൽ ഒരേ ഒരു കാര്യം ചേഞ്ച് ചെയ്യുന്നത് ഒരെണ്ണമാണ്. അതാണ് വൺ വേരിയബിൾ ഡേറ്റ എന്ന് പറയുന്നത്. ഒരു കാര്യം മാത്രം ചേഞ്ച് ചെയ്യുന്നു. ഏതാണ് ചേഞ്ച് ചെയ്യുന്നത്? നമ്പർ ഓഫ് പേയ്മെൻറ്റ് പീരീഡ് മാത്രം ചേഞ്ച് ചെയ്യുന്നു. 60 മാസത്തിന് പകരം 24 മാസം കൊണ്ട് തിരിച്ചടയ്ക്കേണ്ടി വന്നാൽ, 36 മാസം കൊണ്ട് തിരിച്ചടയ്ക്കേണ്ടി വന്നാൽ, 48 മാസം കൊണ്ട് തിരിച്ചടയ്ക്കേണ്ടി വന്നാൽ നമ്മൾ ഓരോ മാസവും എത്ര രൂപയാണ് തിരിച്ചടയ്ക്കേണ്ടത് എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പം നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. നമ്പർ ഓഫ് പേയ്മെൻറ്റ് പീരീഡ് എന്നൊരു സെല്ലിൽ ടൈപ്പ് ചെയ്തിട്ട് ആ ചേഞ്ച് ചെയ്യുന്ന മാസത്തിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുക. 24, 36, 48, 60. എന്നിട്ട് നമ്മൾ ആ ടൈപ്പ് ചെയ്തിരിക്കുന്ന സെല്ലും അതിൻ്റെ നെക്സ്റ്റ് സെല്ലും കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്യുക. കാരണം ഈ ഓരോ മാസം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് ഇവിടെ തന്നിരിക്കുന്ന 24 മാസം കൊണ്ടാണ് തിരിച്ചടയ്ക്കേണ്ടതെങ്കിൽ എത്ര അടയ്ക്കണം, 36 മാസം കൊണ്ടാണ് തിരിച്ചടയ്ക്കേണ്ടതെങ്കിൽ എത്ര രൂപ അടയ്ക്കണം, 48 മാസം കൊണ്ടാണ് തിരിച്ചടയ്ക്കേണ്ടതെങ്കിൽ എത്ര രൂപ അടയ്ക്കണം. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും സെല്ലുകൾ ഒരുമിച്ച് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഡാറ്റ എന്ന മെനുവിൽ നിന്ന് മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് എടുക്കുക. മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് എടുക്കുമ്പോൾ ആദ്യം ഇവിടെ ഫോർമുല എന്ന് പറഞ്ഞൊരു ലൈൻ തന്നിട്ടുണ്ട്. ഫോർമുല എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സെല്ലിലാണ് ഫോർമുല വെച്ച് ആൻസർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ സെല്ലിൻ്റെ അഡ്രസ്സാണ് ഇവിടെ കൊടുക്കാനുള്ളത്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ ഈ C4 എന്ന സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ സെൽ അഡ്രസ്സ് തനിയെ ഇവിടെ വന്നോളൂ. നെക്സ്റ്റ് റോ ഇൻപുട്ട് സെല്ലാണ് കോളം ഇൻപുട്ട് സെല്ല്. സാധാരണ 2 വേരിയബിൾ ഡാറ്റ ടേബിൾ വരുമ്പോഴാണ് ഇത് രണ്ടും കൊടുക്കേണ്ടി വരുന്നത്. 2 വേരിയബിൾ ഡാറ്റ ടേബിൾ എന്താണെന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾക്ക് വൺ വേരിയബിൾ, അതായത് ഒരേ ഒരു കാര്യം മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. തിരിച്ചടയ്ക്കേണ്ടുന്ന മാസത്തിൻ്റെ എണ്ണം മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. അത് നമ്മളൊരു കോളത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ 60 മാസത്തിന് വരെ 24 വന്നാൽ, 36 വന്നാൽ, 48 മാസം കൊണ്ട് തിരിച്ചടയ്ക്കേണ്ടി വന്നാൽ എത്ര രൂപ കിട്ടുമെന്നുള്ളത് അത് നമ്മളിങ്ങനെ കോളം വൈസ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഈ കോളം ഇൻപുട്ട് സെല്ലിൽ വന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഫോർമുലയിൽ കൊടുത്തിരിക്കുന്ന നമ്പർ ഓഫ് പേയ്മെൻറ്റ് പീരീഡിൻ്റെ സെൽ അഡ്രസ്സ് എന്ന് പറയുന്ന C2 ആണ്. അപ്പോൾ ഇത് ഈ ഒരു വൺ വേരിയബിളാണ് ചേഞ്ച് ചെയ്യുന്നത്. ആ വേരിയബിൾ ഈ ഒരു ഫോർമുലയിൽ ഏത് സെൽ അഡ്രസ്സാണോ കൊടുത്തിരിക്കുന്നത് ആ സെൽ അഡ്രസ്സ് വേണം ഇവിടെ കൊടുക്കാനുള്ളത്. ഇവിടെ C2 എന്ന സെല്ലാണ് ഈ ഒരു ഫോർമുലയിൽ വരുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ വരുന്ന നമ്പർ ഓഫ് പേയ്മെൻറ്റ് പീരീഡ് മന്ത്സിൻ്റെത് ഈ ഒരു ഫോർമുലയിൽ വരുന്ന C2-ലായതുകൊണ്ട് നമ്മളിവിടെ C2 എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഈ സെല്ലിൽ ചെന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾക്കത് കിട്ടുന്നതാണ്. നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് C2 സെല്ലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ സെൽ അഡ്രസ്സ് വരും. ഓക്കെ കൊടുക്കുക. അപ്പം നമുക്കിവിടെ ആൻസർ കിട്ടി. അതായത് 5 ലക്ഷം രൂപയ്ക്ക് 8% ഇൻട്രസ്റ്റ് വെച്ച് 24 മാസം കൊണ്ട് തിരിച്ചടയ്ക്കണമെങ്കിൽ എത്ര രൂപ ഒരു മാസം തിരിച്ചടയ്ക്കണം? 5 ലക്ഷം രൂപയ്ക്ക് 8% ഇൻട്രസ്റ്റ് വെച്ച് 36 മാസം കൊണ്ടാണ് തിരിച്ചടയ്ക്കേണ്ടതെങ്കിൽ എത്ര രൂപ തിരിച്ചടയ്ക്കണം? 5 ലക്ഷം രൂപ വെച്ച് 5 ലക്ഷം രൂപ ലോണിന് 8% ഇൻട്രസ്റ്റ് വെച്ച് 48 മാസം കൊണ്ടാണ് തിരിച്ചടയ്ക്കേണ്ടതെങ്കിൽ എത്ര രൂപ തിരിച്ചടയ്ക്കണം?
60 മാസത്തിൻ്റെ നമ്മൾ ഓൾറെഡി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 വേരിയബിൾ ഡേറ്റ ടേബിൾ എന്ന് പറഞ്ഞാൽ മീനിങ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ തന്നിരിക്കുന്ന ഡീറ്റെയിൽസിൽ 1 വേരിയബിൾ ഒരേ ഒരു കാര്യം മാത്രം ചേഞ്ച് ചെയ്ത് മറ്റേത് രണ്ടും അതുപോലെ നിൽക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് ആൻസർ കിട്ടുമെന്നാണ് ചെയ്ത് നോക്കിയത്. ഇനി അടുത്ത നമുക്ക് 2 വേരിയബിൾ ഡാറ്റ ടേബിൾ പ്രാക്ടിക്കലിന് ചെയ്യാനില്ലെങ്കിലും നമ്മൾക്ക് എക്സാമിന് പഠിക്കാനുണ്ട്. ഇപ്പോൾ 2 വേരിയബിൾസ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, അപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇവിടെ നമ്പർ ഓഫ് പേയ്മെൻറ്റ് പീരീഡ് 60 മാസം എന്നുള്ളത് മാത്രം ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കുള്ള ആൻസറാണ് കിട്ടിയത്. ഇനി ഒരു വേരിയബിളും കൂടെ മാറുന്നു. ഈ പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റിന് മാറ്റം വരികയാണ്. 8% ഇൻട്രസ്റ്റ് ആണ്, 10% ആണ്, 12% ആണ്, 14% ആണ്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം നമ്മൾക്ക് ഇവിടെ തന്നിരിക്കുന്ന ഈ ഡീറ്റെയിൽസ് ഞാൻ ഇതുപോലെ കോപ്പി ചെയ്ത് പുറത്തൊരു സെല്ലിലേക്ക് ടൈപ്പ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഒരു കാര്യം മാത്രം ചെയ്തു. ഇതിന് രണ്ടാമത്തെ കാര്യം ഇവിടെ ചേഞ്ച് ചെയ്യുന്നത് എന്താണ്? 8% എന്നുള്ളത് 8%, 10%, 12% ഇങ്ങനെ മാറുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ 8% കൊടുക്കുന്നു, അടുത്തത് 10% കൊടുക്കുന്നു, അടുത്തത് 12% കൊടുക്കുന്നു. ഇത്രയും കൊടുത്തു കഴിഞ്ഞ് നേരത്തെ ഇവിടെ സെലക്ട് ചെയ്തതുപോലെ തന്നെ നമ്മൾക്കിത് ഓരോന്നിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി ഇത്രയും സെല്ലുകൾ സെലക്ട് ചെയ്യുകയാണ്. അതായത് 5 ലക്ഷം രൂപ ലോണിന് 8% ഇൻട്രസ്റ്റ് വെച്ച് 24 മാസം കൊണ്ട് തിരിച്ചടയ്ക്കണമെങ്കിൽ എത്ര രൂപ ഒരു മാസം തിരിച്ചടയ്ക്കണമെന്ന് നമുക്കിവിടെ കിട്ടും. 5 ലക്ഷം രൂപ ലോണിന് 12% ഇൻട്രസ്റ്റ് വെച്ച് 60 മാസം കൊണ്ടാണ് തിരിച്ചടയ്ക്കേണ്ടതെങ്കിൽ എത്ര രൂപ തിരിച്ചടയ്ക്കണമെന്ന് നമ്മൾക്ക് ഈ ഒരു സെല്ലിൽ കിട്ടും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഇത്രയും സെല്ലുകൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഡാറ്റയിൽ നിന്ന് മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് എടുക്കുക. ഫോർമുല കൊടുത്തിരിക്കുന്ന സെല്ല് ഇവിടെ C4 ആണ്. ആ സെല്ല് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ തനിയെ സെൽ അഡ്രസ്സ് വരും. ഇനി അടുത്ത റോ ഇൻപുട്ട് സെല്ല്, കോളം ഇൻപുട്ട് സെല്ല് എങ്ങനെ ചെയ്യണമെന്ന് നേരത്തെ പറഞ്ഞു തന്നായിരുന്നു. ഇവിടെ റോയിൽ കൊടുത്തിരിക്കുന്നത് പെർസെൻറ്റേജ് ആണ്. അതുകൊണ്ട് ഈ ഫോർമുലയിൽ പെർസെൻറ്റേജ് വന്നിരിക്കുന്ന സെല്ലിൻ്റെ അഡ്രസ്സ് ഏതാണോ ആ സെൽ അഡ്രസ്സ് വേണം ഇവിടെ കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ ഫോർമുലയിലുള്ള പെർസെൻറ്റേജ് വന്നിരിക്കുന്ന സെല്ലിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് ഏതാണ്? C3 ആണ്. അതുകൊണ്ട് നമ്മൾ ഈ റോ ഇൻപുട്ട് സെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ C3യിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സെൽ അഡ്രസ്സ് വരും. അടുത്ത കോളം ഇൻപുട്ട് സെല്ല് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് കോളം ഇൻപുട്ട് സെല്ലെന്ന് പറയുന്നത് എന്താണ്? കോളം വന്നിരിക്കുന്നത് മാസമാണ്. 24 മാസം, 36 മാസം, 48 മാസം, 60 മാസം. അപ്പോൾ ഈ മാസം കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഫോർമുലയിൽ, ഇവിടെ തന്നിരിക്കുന്ന ഫോർമുലയിൽ മാസം കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന സെല്ലിൻ്റെ അഡ്രസ്സ് വരുന്നത് ഏതാണോ ആ സെൽ അഡ്രസ്സ് വേണം ഇവിടെ കൊടുക്കാനുള്ളത്. അതായത് ഈ ഫോർമുലയിൽ സെൽ അഡ്രസ്സ് വന്നിരിക്കുന്ന C2 ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ C2യിൽ ക്ലിക്ക് ചെയ്യുക. ആദ്യമേ കോളം ഇൻപുട്ട് സെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം ഈ C2യിൽ ക്ലിക്ക് ചെയ്യാനെങ്കിലേ ഇവിടെ കിട്ടുകയുള്ളൂ. അപ്പോൾ C2 ആ സെൽ അഡ്രസ്സ് വന്നു, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടി. അതായത് 2 കാര്യങ്ങൾ ചേഞ്ച് ചെയ്തു. പെർസെൻറ്റേജും ചേഞ്ച് ചെയ്യുന്നുണ്ട്, നമ്പർ ഓഫ് മന്ത്സും ചേഞ്ച് ചെയ്യുന്നുണ്ട്. മാറാതെ നിൽക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ലോണിൻ്റെ എമൗണ്ടാണ്. 5 ലക്ഷം രൂപ ലോൺ എടുത്തു, 10% ഇൻട്രസ്റ്റ് വെച്ച് 48 മാസം കൊണ്ടാണ് തിരിച്ചടയ്ക്കേണ്ടതെങ്കിൽ നമ്മൾക്ക് എത്ര രൂപ തിരിച്ചടയ്ക്കേണ്ടി വരുമെന്ന് നമ്മൾക്ക് ഈ ഒരു സെല്ലിൽ കിട്ടി. അപ്പോൾ നമ്മൾക്കിതിൽ ഏറ്റവും നമ്മൾക്ക് ഫേവറബിളായിട്ട് വരുന്ന കണ്ടുപിടിക്കാൻ ഇങ്ങനെ ഒരു 2 വേരിയബിൾ ഡാറ്റ ടേബിൾ സഹായിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഏറ്റവും കുറവ് എമൗണ്ട് തിരിച്ചടയ്ക്കേണ്ടത് 8% ഇൻട്രസ്റ്റ് വെച്ച് 60 മാസം കൊണ്ട് തിരിച്ചടയ്ക്കുന്നതും 10% ഇൻട്രസ്റ്റ് വെച്ച് 60 മാസം കൊണ്ട് തിരിച്ചടയ്ക്കുന്നതുമാണെന്ന്. അപ്പോൾ ഈ 2 വേരിയബിൾ ഡാറ്റ ടേബിൾ നമ്മൾക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഇല്ലെങ്കിലും തിയറിക്ക് പഠിക്കാനുള്ളതാണ്.